Hi my dear friends, welcome to my channel Creative Artwork. ഇന്ന് ഞാൻ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് സാധാരണ നോർമൽ മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുന്ന കാണിക്കുന്നു. ഞാൻ ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിതാ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത് സ്ലാൻഡ് ആയിട്ട്. ഈ ലൈൻസ് ഇടുമ്പോൾ നേരത്തെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ ഒന്ന് വലുതും ഒന്നും ചെറുതും ആവും. രണ്ട് കൈക്കും ഒരേപോലത്തെ അളവെടുക്കണം. അന്നെടുത്ത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒരു സൈഡിലെല്ലാം ഫുള്ള് ലൈൻസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുന്നുന്നത് വേണം. ഇത് ഞാൻ ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബോബിനിൽ നമുക്ക് ആങ്കർ ത്രെഡ് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് ബോബിൻ കേസിൽ ഇനി നമുക്ക് ആ മേലെ കാണുന്ന സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഒന്ന് തിരിച്ചു കൊടുക്കേ വേണ്ടു, ഒരു ചെറിയൊരു ലൂസാക്കി കൊടുക്കാം. ഒന്ന് തിരിച്ചു കൊടുക്കേ വേണ്ടു. അത് കഴിഞ്ഞാൽ ഇത് ആങ്കർ ത്രെഡിൻ്റെ നൂല് കുറച്ച് വണ്ണമില്ലതല്ലേ, അത് കുറച്ച് സ്മൂത്തായിട്ട് തുന്നുമ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വലിച്ചാൽ കിട്ടണം നമുക്ക്. മേലെ സാധാരണ നമ്മൾ തുണി തുന്നുന്ന നൂല് തന്നെ ഇടുന്നുണ്ട്. താഴെ മാത്രം ആങ്കർ ത്രെഡ്. ഇതിപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് മോശം ഭാഗത്താണ്. അടിക്ക് ഞാനിത് ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തുണി അതുപോലെ മേലെ വെക്കാം. ഇത് നല്ല ഭാഗത്താണ് ആ ന്യൂസ് പേപ്പർ ഉള്ളത്, തുണിയുടെ നല്ല ഭാഗത്തേക്കാണ് ആ ന്യൂസ് പേപ്പർ ഉള്ളത്. നമുക്ക് തുന്നി കൊടുക്കാം. ഇത് എല്ലാ തുണിക്കും നിങ്ങൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് തുന്നണമെന്നില്ല. ചില തുണിക്ക് ഒരു ക്യാൻവാസോ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒന്നും ഇങ്ങനെ വെക്കാണ്ട് തുന്നിയാൽ സ്റ്റിച്ച് ശരിക്കും കിട്ടില്ല, ചുഴിഞ്ഞ് ചുഴിഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് ഈ ന്യൂസ് പേപ്പർ വെച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്യാൻവാസ് ഉണ്ടെങ്കിൽ ക്യാൻവാസ് തന്നെ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് 4 സൈഡിലും തുന്നി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഡിസൈൻ വരച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ആ ക്യാൻവാസ് അടിഭാഗത്ത് വരും. ഇതിപ്പം ഫസ്റ്റ് എല്ലാം ഒരു സൈഡിലേക്കല്ലേ സ്റ്റിച്ച് നമുക്ക് തുന്നി കൊടുക്കാം. ആ വരച്ച വരയുടെ മേലെ തുന്നി കൊടുത്താൽ മതി. ഇത് ഓരോരോ ലൈൻ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ട, ഇങ്ങനെ തുണി തിരിച്ച് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ സാരിക്ക് ഡബിൾ ഷെയ്ഡ് ഇല്ലതാണെങ്കിൽ ആ ഷെയ്ഡിൻ്റെ കളർ എടുത്തിട്ട് ഇങ്ങനെ തുന്നി കൊടുത്താൽ മതി. ഷെയ്ഡിൻ്റെ കളറിൽ ആങ്കർ ത്രെഡ് എടുത്തിട്ട് ബോബിനിൽ കെട്ടിയിട്ട് ഇങ്ങനെ തുന്നി കൊടുത്താൽ മതി.
ഇപ്പോൾ എല്ലാം ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നല്ല ഭാഗം, എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഭാഗം. നമുക്ക് അടുത്ത സൈഡ് തുന്നി കൊടുക്കാം. ഡയമണ്ട് ഷേപ്പിലാണ് ഈ സ്റ്റിച്ച്. ഇതിപ്പം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നല്ല വശം. അവസാനം നിങ്ങൾ പേപ്പർ ഇതുപോലെ ഇങ്ങനെ പറിച്ചു കൊടുത്താൽ മതി. ആ സ്റ്റിച്ച് വീണ ഭാഗമായതുകൊണ്ട് വേഗം പറിച്ചാൽ കിട്ടും. എല്ലാം ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. ഒന്നൊന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. വേഗം വേഗം പറിച്ചെടുക്കാൻ കിട്ടും ഇത്. ഇത് ഫുള്ളായിട്ട് എല്ലാം ന്യൂസ് പേപ്പർ ഇതിൻ്റെ മേലെ നിന്ന് എല്ലാം പറിച്ചെടുക്കണം. ഇതെല്ലാം പറിച്ചെടുത്തിട്ട് ഇത് അവസാനം ഇതാ സ്ലീവ്. ഇത് മോശവശമാണ്. ഇതാണ് നല്ല സൈഡ്, എംബ്രോയ്ഡറി ചെയ്ത സൈഡ്. ഞാൻ ആ ഡയമണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സിൽവർ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. തുന്നിപ്പിടിപ്പിക്കേണ്ടതാണ്, അതാണ് തുന്നുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടും കൊടുക്കാം. എല്ലാത്തിൻ്റെ ഉള്ളിൽ ഓരോരോ സ്റ്റോൺ വെച്ച് കൊടുക്കുകയെന്ന്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താഴെ കാണിക്കുന്ന ബെൽ ബട്ടൺ ഐക്കണും കൂടെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.